എല്ലാവർക്കും നമസ്കാരം. വയർ എപ്പോഴും വീർത്തതുപോലെയുള്ള തോന്നൽ, ആഹാരം കുറച്ച് കഴിച്ചാലും വയറിന് ഭാരം തോന്നുക, അതോടൊപ്പം വിശപ്പില്ലായ്മ, ക്ഷീണം, വിളർച്ച, ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഇത്തരം അവസ്ഥകളിൽ ആയുർവേദത്തിൽ പ്രാധാന്യത്തോടെ പറയുന്ന ഒരു പരമ്പരാഗത അരിഷ്ടമാണ് രോഹിതകാരിഷ്ടം. രോഹിതകാരിഷ്ടത്തിന്റെ ആരോഗ്യ ഗുണങ്ങളും കഴിക്കേണ്ട ശരിയായ അളവും ഉപയോഗിക്കേണ്ട രീതിയും നോക്കാം. രോഹിതക മരത്തിന്റെ തൊലി കഷായം വെച്ച് അതിൽ ത്രിഫല, ത്രികടു, കാട്ടുതിപ്പലി വേര് തുടങ്ങിയ ഔഷധങ്ങൾ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിലടങ്ങിയിട്ടുള്ള ത്രിഫല, ത്രികടു എന്നിവയുടെ കൂട്ടുകൾ ദഹനത്തിനും മെറ്റബോളിസത്തിനും സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ദഹനാഗ്നിയെ ഉണർത്താനും കരളിലെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും സഹായിക്കും. പ്ലീഹയുടെ വീക്കം, വലിപ്പം കൂടുന്ന അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങളിൽ രോഹിതകാരിഷ്ടം നിർദ്ദേശിക്കാറുണ്ട്. ഫാറ്റി ലിവർ, കരളിന്റെ പ്രവർത്തനക്കുറവ്, കരളിൽ വിഷാംശം കൂടുന്ന അവസ്ഥകൾ എന്നിവയിൽ ഇത് സഹായകരമാണ്. പക്ഷേ ലിവർ സിറോസിസ് പോലുള്ള ഗുരുതര രോഗങ്ങൾക്ക് ഇത് സ്വയം ഉപയോഗിക്കേണ്ട ഒരു മരുന്നല്ല. രക്തക്കുറവ്, ക്ഷീണം, തളർച്ച, ഹീമോഗ്ലോബിന്റെ കുറവ് എന്നിവയിൽ രക്തോൽപാദനത്തിന് ഇത് ഉപയോഗിക്കാം. വിശപ്പില്ലായ്മ, ദഹനക്കേട്, മലബന്ധം, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലതാണ്. ഏകദേശം 2 മുതൽ 3 വലിയ ടേബിൾ സ്പൂൺ വരെ ദിവസവും 2 നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് സാധാരണ രീതി. മരുന്നിന്റെ അതേ അളവിൽ ചെറുചൂട് വെള്ളം ചേർത്താണ് കഴിക്കേണ്ടത്. അളവ് അമിതമാകരുത്. രോഹിതകാരിഷ്ടത്തിൽ സ്വാഭാവിക ആൽക്കഹോളും എരിവുള്ള ഔഷധങ്ങളും ഉള്ളതിനാൽ അധികമായി കഴിച്ചാൽ വയറെരിച്ചിൽ, അസിഡിറ്റി എന്നിവ ഉണ്ടാകാം. ഇത് തയ്യാറാക്കാൻ ശർക്കര ഉപയോഗിക്കുന്നതിനാൽ പ്രമേഹമുള്ളവർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. ഗർഭകാലത്ത് നിർദ്ദേശമില്ലാതെ ഈ ഔഷധം കഴിക്കരുത്. വയറിൽ വ്രണങ്ങളോ കടുത്ത നെഞ്ചരിച്ചിലോ ഉള്ളവർ ഇത് വെറും വയറ്റിൽ കഴിക്കരുത്.